എല്ലാവർക്കും നമസ്കാരം. ഇതാ വയനാട് ദുരന്തത്തിൽ നിന്നും ഒരു അവിസ്മരണീയമായ പ്രണയകഥയല്ല, ഒരു സംഭവകഥ. അൻസിൽ തൻ്റെ പ്രിയ കാമുകി ഫിദ ചൂരൽമലയിലാണ് താമസം. അവിടെയുള്ള ഓരോ സംഭവവികാസങ്ങളും കേൾക്കുമ്പോൾ അൻസിൽ ഫിദയെ വിളിച്ചു പറഞ്ഞു, ഫിദ സേഫായിട്ടിരിക്കുക, അവിടെയൊക്കെ ഉരുൾപൊട്ടലൊക്കെ നടക്കുന്നു, മഴവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം അൻസിൽ കേൾക്കുന്നത് ഫിദയുടെ വീടിരുന്ന ചൂരൽമല എന്ന പ്രദേശത്ത് മുഴുവൻ ഉരുൾപൊട്ടലുണ്ടായി, അവിടെയെല്ലാം ഒലിച്ചുപോയി എന്ന വാർത്തയാണ് അൻസിൽ കേൾക്കുന്നത്. ഹൃദയവേദനയോടെ അവൻ ആ സത്യം തിരിച്ചറിഞ്ഞു. അവളും കുടുംബവും യാത്രയായി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അവസാനമായി അവളുടെ ബോഡിയെങ്കിലും ഒന്ന് കാണാമെന്ന് കരുതി അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുമായി ചേർന്ന് ബോഡി കുളിപ്പിക്കുന്ന അവിടെ ഒരു സഹായിയായി അവൻ നിന്നു. 8 നാൾ നോക്കി. ഫിദയുടെ ഉപ്പയുടെ ബോഡി മാത്രം കിട്ടി. എന്നാൽ ബാക്കി ആരുടെയും ബോഡി അവിടെ കിട്ടിയില്ല. ആ ബോഡി കിട്ടുന്നതിൻ്റെ കഥ അൻസിൽ പറയുന്നുണ്ട്. പല വിധത്തിലുള്ള ബോഡികളാണ്, അതായത് പകുതിയുള്ളത്, മുഴുവനുള്ളത്, കാൽഭാഗം മാത്രമുള്ള ബോഡികളൊക്കെയാണ് അവിടെ കുളിപ്പിക്കാൻ വന്നത്. അതിൻ്റെ ഇടയിൽ തൻ്റെ പ്രിയ കാമുകിയുടെ ബോഡി മാത്രം അവന് കിട്ടിയില്ല. ഉപ്പയെ മാത്രം കിട്ടി, അവളുടെ ഫിദയുടെ ഉപ്പയെ മാത്രം കിട്ടി. അൻസിൽ ഒത്തിരി വേദനയോടെ നിന്നു. ഇനി അവളുടെ ബോഡി പോലും ഒന്ന് കണ്ടു കിട്ടുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. എന്നാൽ 8-ാം നാൾ അൻസിലിനെ തേടി ആ ശുഭവാർത്തയെത്തി. ഫിദ ജീവനോടെയുണ്ട്. ഫിദയ്ക്ക് ഉപ്പ മാത്രമേ നഷ്ടമായുള്ളൂ. ഉമ്മയും അനിയനും ഫിദയും ജീവനോടെയുണ്ട്. അവരിപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു എന്നൊരു ന്യൂസ് അൻസിലിനെ തേടിയെത്തി. അൻസിലിനത് പുതുജീവൻ കിട്ടിയ സന്തോഷമായിരുന്നു. അൻസിൽ പറയുന്നു, ഇനി അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവളിപ്പോൾ പഠിക്കുകയാണ്, അവളുടെ പഠനം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരണം എന്ന് അൻസിൽ ദൃഢനിശ്ചയമെടുത്തു. ഇതിനിടയിലും ഈ ദുരന്തഭൂമിയിൽ നിന്നും ഒരു അവിസ്മരണീയമായ പ്രണയകഥ കേൾക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞതിൽ നമ്മൾക്കും സന്തോഷിക്കാം. അൻസിലിനും ഫിദയ്ക്കും വിവാഹമംഗളാശംസകൾ നേരുന്നു.